ഇന്ന് നമ്മൾ നമ്മുടെ അടീനിയത്തിൻ്റെ വിത്ത് പാവി മുളച്ച് വരേണ്ടതാണ് വീഡിയോയിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അടീനിയം ചെടികളൊക്കെ ഇതുപോലെ തൈ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലോണം കോഡക്സ് ഉണ്ടായി നല്ല വലിയ ബോൺസായി ലുക്കിൽ തന്നെ നമ്മുടെ ചെടി വരും. അപ്പോൾ ഈ അടീനിയം ചെടികൾ ഡിസേർട്ട് റോസ് എന്ന് പറയുന്ന ചെടിയാണ്. അത് നമുക്ക് വേനൽക്കാലത്തൊക്കെ ഗാർഡനിൽ നിറഞ്ഞ് പൂക്കളുണ്ടായി പൂക്കാവടി പോലെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്ന ചെടിയാണ്. അപ്പോൾ നമുക്ക് വിത്ത് ഉണ്ടാവാൻ താമസമാണ്, എന്നാലും ആ വിത്തിൽ നിന്ന് നമുക്ക് തൈ മുളപ്പിച്ച് കഴിഞ്ഞാൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും. കൊമ്പ് നട്ട് പിടിപ്പിക്കുന്നേക്കാളും നല്ല ബോൺസായി ലുക്കുമ്പോൾ വിത്ത് പാവുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വിത്ത് എങ്ങനെ പാവാന്നുള്ളൊരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ അടീനിയം തൈ, അതായത് 2 കൊല്ലം എത്തിയിട്ടുള്ള അപ്പോഴേക്കും വേണ്ട വിത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിംഗിൾ റോസ് പെറ്റൽ അടീനിയം പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഇത് കണ്ട ഇതുപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇത്തിരി കൂടും ഇങ്ങനെ വളർച്ചയാകുമ്പോൾ നമ്മൾ 2 നൂലുകൊണ്ട് കെട്ടി റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് പൊട്ടിപ്പോവാണ്ട് ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഇത് നമ്മുടെ അടീനിയത്തിൻ്റെ വിത്ത് പാവണ വീഡിയോയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പറന്ന് പോകാണ്ടിരിക്കണം. അപ്പൂപ്പൻ താടി പോലെയാണ് നമ്മുടെ അടീനിയത്തിൻ്റെ വിത്തുകളൊക്കെ, അത് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ അടീനിയം ചെടിയുമെന്ന് തന്നെ ഇത് കണ്ട ഇങ്ങനെ മൂത്ത് ഇങ്ങനെ ഉണങ്ങി വരുമ്പോൾ നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കണം. ഇതിങ്ങനെ ഇട്ടില്ലെങ്കിൽ എല്ലാ വിത്തുകളും ഇങ്ങനെ പറന്നു പോകും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അടീനിയത്തിൻ്റെ വിത്തുകൾ കണ്ട. അപ്പോൾ ഇതിങ്ങനെ അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കുന്ന വിത്തോളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 2 ഭാഗത്തെ ഈ പഞ്ഞി പോലത്തെ മാറ്റി അതിൻ്റെ ഉള്ളിലത്തെ നെല്ല് പോലെ ഉണ്ടല്ലോ അതിങ്ങനെ എടുക്കണം. അതാണ് നമ്മൾ പാവേണ്ടത് വിത്ത്. ഒരു വിത്തിൽ കുറേ വിത്തുകളുണ്ടാവും. അതായത് ഇങ്ങനെ ഒരു ബീൻസ് ഷേപ്പിലുള്ളത് അതിലൊരു 10-100 വിത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ബീൻസ് പോലെയുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറേ തൈകൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളാണ് നമ്മൾ അടീനിയത്തിൻ്റെ വിത്ത് പാവാനായിട്ട്. വിത്ത് ഉണ്ടായി കഴിഞ്ഞ് ഒരു 4 മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും ഈ വിത്ത് പാവിയാൽ മതി. പെട്ടെന്ന് തൈ മുളയ്ക്കും. നേരം വൈകുന്തോറും വിത്ത് മുളയ്ക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പാവാം. അപ്പോൾ തന്നെ ഇഷ്ടം പോലെ തൈകളുണ്ടാവും. വിത്ത് തന്നെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ വിത്ത് അപ്പൂപ്പൻ താടി മാറ്റി ഇതുപോലെ ഇങ്ങനെ എടുക്കുക. വിത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതുപോലെ നല്ല കട്ടിപ്പുള്ള വിത്ത് എന്ന് പറയില്ലേ, എടുക്കുമ്പോൾ അറിയാം കണ്ട നല്ല ഉരുണ്ട മണിയാവണം. ചെടി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വിത്ത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടത് നല്ല ഉരുണ്ട, അതായത് ഇത്തിരി നീളം ഷേപ്പ്. അതപ്പോൾ ഇതിൻ്റെ അത്ര കോഡക്സ് ഇതിനുണ്ടാവില്ല തൈ മുളച്ചു വരുമ്പോൾ. നല്ല വിത്തുകൾ നോക്കിയിട്ട് നമുക്ക് പാവാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ സിംഗിൾ റോസ് പെറ്റൽ പ്ലാന്റ് ആണ്, അതിൻ്റെ വിത്താണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വൈറ്റ് പ്ലാന്റ് ഉണ്ടാവാം, കളർ ചേഞ്ച് ചെയ്തിട്ട് ചെടികളുണ്ടാവാം. വെള്ളയൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെള്ളപ്പൂക്കൾ, പിന്നെ അതുപോലെ ഡാർക്ക് കളർ ഷെയ്ഡൊക്കെ ആയിട്ട് ഓരോ വിത്ത് പാവുമ്പോഴും വ്യത്യസ്ത രീതിയിലാണ് പൂക്കളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും വെള്ളേരെ പാവിയ വെള്ള തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പല കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് പാവാൻ നോക്കാം. വേനൽക്കാലത്ത്, അതായത് മഴ പെയ്യാത്ത സമയത്തുള്ള വിത്ത് നോക്കിയിട്ട് പാവാൻ ശ്രദ്ധിക്കണം. ഈ സീഡ് ഉണ്ടല്ലോ, ഇത് ഉണങ്ങി തുടങ്ങുമ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ലൈൻ കാണുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണും. അപ്പം മഴ പെയ്യുമ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള വിത്തുകളൊന്നും മുളച്ച് കഴിഞ്ഞാൽ അത്ര ഹെൽത്തി ആയിട്ടുള്ള ചെടികളായിരിക്കില്ല. അപ്പം മഴ പെയ്യണേക്കാളും, അതായത് വെള്ളം ഇറങ്ങണേക്കാളും മുന്നേ ഉള്ള വിത്ത് വേണം നമ്മൾ എപ്പോഴും പാവാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വിത്ത് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാവണം. നേരം വൈകുന്തോറും മുളച്ച് വരുന്ന ചെടിക്ക് അത്രയും അങ്ങോട്ട് ഹെൽത്തി ഉണ്ടാവില്ല. പിന്നെ വിത്ത് നമുക്കിനി പാവാൻ നോക്കാം. ഞാനിവിടെ ഇതുപോലൊരു സീഡ് ട്രേ എടുത്തിട്ടാണ് പാവണത്. ഇപ്പോൾ സാധാരണ ഇതുപോലത്തെ ചട്ടിയിൽ പാവിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ പാവി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചെടിയായിട്ട് കിട്ടുന്നു മാത്രം. ഇത് നമ്മുടെ സാധാരണ ഒരു മണ്ണാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഈ ട്രേയിലേക്ക് ഇട്ട് വയ്ക്കാം. വെറുതെ ഇങ്ങനെ ഒന്ന് കുറച്ച് മണ്ണ് എല്ലായിടത്തും ഒന്ന് നിറയ്ക്കാം. അപ്പം നല്ല ലൂസായിട്ടുള്ള മണ്ണാവണം. മണലായാലും ബെസ്റ്റാണ്. ഇതിപ്പോൾ അങ്ങനെ കട്ടിപ്പ് വരില്ല. നനച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന് നല്ല ഇങ്ങനെ തറഞ്ഞിരിക്കുക എന്ന് പറയില്ല, അങ്ങനെ വരാൻ പാടില്ല. അത്ര മാത്രം ശ്രദ്ധിക്കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ്. മൊത്തം ഒന്നിങ്ങനെ ഇടാം. ഈ സീഡ് ട്രേ മുക്കാലാവണ വരെ നമ്മൾ മണ്ണിടാം. അതിന് ശേഷം വേണം നമ്മൾ ഓരോ വിത്ത് പാവാനായിട്ട്. അപ്പം നമ്മൾ എല്ലാതും ഒരു മുക്കാലേക്ക് വെച്ച് അങ്ങനെ മണ്ണിട്ടുണ്ട്. ഇനി നമുക്ക് വിത്തുകൾ എടുക്കാം. വിത്തുകൾ ഇത് കണ്ട ഇതുപോലെ ഇതിലെടുത്തിട്ടുണ്ട്, കുറച്ച് വിത്തെടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല കട്ടിപ്പുള്ള വിത്ത് നോക്കിയിട്ട് പാവാം. അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തിന്. അത് പാവുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അടീനിയം തൈകൾ ഉണ്ടാവുക. കോഡക്സ് ഉണ്ടാവുക ഏറ്റവും ബെസ്റ്റ്. കൊമ്പ് നട്ടുപിടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അടീനിയത്തിൻ്റെ വിത്ത് പാവി മുളപ്പിക്കുന്നതാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള ഒരുവിധമൊക്കെ ഈ ഇതുപോലെ വിത്ത് പാവി മുളച്ചതാണ്. വിത്തെടുത്തത് ഇതുപോലെ വെക്കാം. നമുക്ക് ഇത്രയേ വേണ്ടൂ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു തൈയാണത്.
അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഓരോ തൈയായിട്ട് കിട്ടും. സീഡ് ട്രേയിൽ പാവിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ ചട്ടിയിലാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് പാവിയാൽ മതി, നമുക്ക് ഓരോ തൈയായിട്ട് കിട്ടും. അപ്പോൾ അതിങ്ങനെ പറിച്ച് നടുമ്പോൾ ഇതിങ്ങനെ ഓരോ തൈയായിട്ട് കിട്ടുമ്പോൾ സുഖമാണല്ലോ. പിന്നെ ഒരു 4 ഇല പാകമാകുമ്പോഴാണ് നമ്മളിത് പറിച്ച് നടാൻ പാടുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയിൽ ചെടിയുടെ കോഡക്സ് ഉണ്ടാവും, ചെടി നല്ല ഹെൽത്തിയാവും. അപ്പം ഇതിൻ്റെ അടിയിലൊക്കെ അടീനിയത്തിൻ്റെ വിത്ത് പാവാൻ നോക്കി എടുത്തപ്പോൾ നല്ല കാറ്റ് വീശി. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് മൂടി വെച്ചതാണ്. നിറച്ച് വിത്ത പെട്ടെന്ന് പറന്നു പോകും കാറ്റ് വന്നാൽ. അപ്പോൾ പിന്നെ നമ്മൾ ഇതെല്ലാതും ഇങ്ങനെ വിത്ത് പാവിയുണ്ട് കണ്ട. എല്ലാത്തിലും ഒരു എക്സ്ട്രാ വന്നത് 1-2 എണ്ണത്തിൽ ഞാൻ 2 വിത്ത് പാവിയുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മണ്ണ് ഇടാം. ഒന്ന് ലൂസാക്കി ഇട്ടാൽ മതി, മുളച്ച് വരണല്ലോ. ഏറ്റവും ബെസ്റ്റ് മണലാണ് കേട്ടോ. ഇതും മണൽ പോലത്തെ മണ്ണായ കാരണം നല്ല ലൂസ് മണ്ണ്, അതായത് വെള്ളം ഒഴിക്കുമ്പോൾ കട്ടിപ്പ് പാടില്ല, അത്രയേ വേണ്ടൂ. അധികം ശക്തിയിലായി കഴിഞ്ഞാൽ അവരുടെ തളിർപ്പ് വരാനായിട്ട് നല്ല സ്ട്രെയിൻ എടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വിത്ത് മുളച്ച് വരുന്ന തൈകളൊക്കെ പെട്ടെന്ന് കേടുവരും. അപ്പം നല്ലോണം ശ്രദ്ധിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാനായിട്ട്. എന്നിട്ടിത് പാവി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് ഒന്ന് നമ്മൾ നനയ്ക്കുക. ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുക, അത് മതി. പിന്നെ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നല്ലോണം ഡ്രൈ ആയി കാണുമ്പോൾ മാത്രം നനയ്ക്കണ്ടോ, എന്നാൽ ആ ചെടി അങ്ങോട്ട് മുളക്കില്ലേ, വിത്ത് അതിൽ തന്നെ ഇരുന്ന് ചീഞ്ഞു പോവും. അപ്പോൾ നല്ല ഡ്രൈ ആയിരിക്കുമ്പോൾ മാത്രം ഒന്ന് സ്പ്രേ ചെയ്യുക. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ. കുത്തി വീഴാത്ത രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട്. ഇപ്പോൾ തൈ മുളച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കേടുവരും. നനയിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് നനയ്ക്കണം. ഇനി നമുക്കിത് നനയ്ക്കേണ്ട ആവശ്യം വരില്ല. സാധാരണ നിലയ്ക്ക് അത്ര വെയിലുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഡ്രൈ ആകുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വിത്ത് അതിൽ നിന്ന് ഇങ്ങനെ മുളച്ചുണ്ടായിക്കോളും. ഇത്രയേ വേണ്ടൂ. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാഴ്ചയാകുമ്പോഴേക്കും എല്ലാ സീഡ് പോഡിലും തൈ മുളച്ചിട്ടുണ്ടാവും. ഇതുപോലെ നേരത്തെ നട്ട് പിടിപ്പിച്ചതാണ്. അപ്പം നോക്കിയപ്പോൾ കണ്ട ഒരു ഇതെല്ലാത്തിലും മുളച്ചിട്ടുണ്ട്. ഇത് മുള വരുന്നുണ്ട് കേട്ടോ. അതായത് ഇതൊക്കെ മുള വരണതാ. അതൊക്കെ ഒരു വെള്ള കളറിലുണ്ടായുള്ളത്. അത് നട്ടുപിടിക്കുമ്പോൾ ഗ്രീൻ ആയിക്കോളും. ഇത് കണ്ട ഇതൊക്കെ ഒരു 5-8 എണ്ണം വെള്ളയുണ്ട്. പിന്നെ ഞാൻ ചിലതിലൊക്കെ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. കണ്ട 2 തൈ മുളച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൈ നോക്കിയാലറിയാം ഭയങ്കര സോഫ്റ്റാണ് അതിൻ്റെ കോഡക്സും വേരൊക്കെ. ഇപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഇതുപോലെ മെല്ലെ നനയ്ക്കണം. ചെടിയുമ്പോൾ കൊള്ളാത്ത രീതിയിൽ നനയ്ക്കണം. അങ്ങനെ നനച്ചിട്ട് വേണം ചെടീനെ വളർത്തിണ്ടാക്കാൻ. നനയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വിത്തിലത്തെ ഒരു ഫോമ വന്നിട്ടുള്ളോ കണ്ട. ഇതിപ്പോൾ ഇങ്ങനെ മുളച്ച് വന്ന് ആ വിത്തിൻ്റെ ഉള്ളിലുണ്ടാവണ ഇല വിരിഞ്ഞിട്ടുള്ളോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഇല എക്സ്ട്രാ വന്ന് കോഡക്സ് ഒക്കെ നല്ല തിക്കായിട്ട് വരുമ്പോഴേ നമ്മൾ മാറ്റി നടാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടീനിയത്തിൻ്റെ വിത്ത് പാവുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ ഇതിലൊക്കെ വരുന്നുള്ളൂ, ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ഞാൻ അതിങ്ങനെ എടുത്ത് കാണിച്ചതാണ്. മുന്നേ നട്ട് പിടിപ്പിച്ചതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വെള്ള അടീനിയത്തിൻ്റെ വിത്തിന് കണ്ട. അതിൻ്റെ വിത്ത് കണ്ടാൽ തന്നെ അറിയാം, ഇത് ലൈറ്റ് ഗ്രീൻ കളറാണ് കണ്ട. ബീൻസ് പോലെ വെള്ള അടീനിയത്തിൻ്റെ വിത്തിന് ഉണ്ടായുള്ളത്. മഴ പെയ്തോട് കൂടിയിട്ട് പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞു, ഇടമഴ വന്നല്ലോ. ഇതാന്ന് വെച്ചാൽ ഇതേ റോസാണ്. മഴ പെയ്യുമ്പോഴുള്ള പ്രത്യേകത ഈ പറയണം. മഴ ഇപ്പോൾ ഇവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്തിൻ്റെ അവിടെ കണ്ട ചീയൽ പോലെ വന്നു തുടങ്ങി കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, മഴ പെയ്യണേക്കാളും മുന്നേ ഉള്ള വിത്ത് നോക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ട്. അപ്പോൾ ഒരു ചീയൽ പോലെ ചില വിത്തിനുണ്ടാവും. അപ്പോൾ ചെടിയും അത്രയും കണ്ട് ഹെൽത്തി ആവില്ല, വിത്ത് മുളയ്ക്കൂല. പിന്നെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വിത്ത് പഴയതാവുമ്പോൾ മുളയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മൾ തൈ ഇതുപോലെ വിത്ത് പാവി 4 ഇല പാകത്തിൽ മാറ്റി നട്ടുള്ളതാണ് കണ്ട. ഇഷ്ടം പോലെ തൈകളുണ്ട്. അതുപോലെ വിത്ത് പാവി നട്ട് പിടിപ്പിച്ച തൈകളാണ് ഇതൊക്കെ. അപ്പം നമുക്കൊരു അടീനിയം ചെടിയിലൊരു വിത്തുണ്ടെങ്കിൽ കുറേ തൈകൾ ഇതുപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കുക. അപ്പം നമ്മുടെ ഗാർഡനിൽ തന്നെ ഈ അടീനിയത്തിൻ്റെ ഒരു കളക്ഷനായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ നമ്മുടെ അടീനിയത്തിൻ്റെ വിത്ത് പാവി നിറഞ്ഞുണ്ടായതാണ് നമ്മുടെ ചെടികളൊക്കെ. അപ്പം നല്ല ഹെൽത്തിയിലും നല്ല ബോൺസായി ലുക്കിലും ഒക്കെ നമ്മുടെ ചെടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം നമ്മൾക്ക് ഈ വിത്തുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ സീഡ് പോഡിലോ ചട്ടിയിലോ ഒക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് നട്ടുപിടിപ്പിക്കാവുന്നതുള്ളൂ. വളരെ ഈസി ആയുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഗാർഡനിൽ അടീനിയം ചെടികൾ ഇതുപോലെ നിറഞ്ഞുണ്ടാക്കാം.